പ്രൈസ് ദി ലോർഡ്. മെയിലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറേ ആയിട്ട് റിക്വസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. വളരെ എളുപ്പത്തിൽ ഗീ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് എന്റെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ യൂട്യൂബിൽ മെയിലോടുന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വീണ്ടും വീഡിയോകൾ ഇടുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ അരി 1 ഗ്ലാസ്സാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏത് ഗ്ലാസ് ആണോ യൂസ് ചെയ്യുന്നത് അതേ ഗ്ലാസ്സിനായിരിക്കണം വെള്ളവും എടുക്കേണ്ടത്. ഞാനിപ്പോ ഈ നമ്മുടെ സാധാ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകി ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇട്ട ശേഷം ആ വെള്ളം മാറ്റി ഒരു അരമണിക്കൂർ അടച്ചു വെച്ചിരുന്നതാണ്. യാതൊരു കാരണവശാലും അരി കുതിർന്ന ശേഷം ഞെരടി കഴുകരുത്. അത് നമ്മുടെ അരി പൊടിഞ്ഞു പോകും. അതുപോലെ തന്നെ നമ്മുടെ അരിയുടെ ആ ഒരു സുഗന്ധമുണ്ട്. ഇപ്പൊ ബസ്മതി ആണെങ്കിൽ അതിനൊരു മണമുണ്ട്, അത് പോകും. ഗീ റൈസിന് പൊതുവെ കൈമ റൈസ് എന്ന് പറയുന്ന ഒരു അരിയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കത് അറിയില്ല, ഇവിടെ കടകളിൽ ചോദിച്ചാലും കിട്ടത്തുമില്ല. അതുകൊണ്ട് ഞാൻ ബസ്മതിയിൽ തന്നെ ചെറിയ അരിയാ മേടിച്ചേക്കുന്നത്. ചെറിയ അരിയായത്. അപ്പൊ നിങ്ങൾക്ക് ബസ്മതിയിൽ ചെറിയ അരി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വലിയ റൈസും യൂസ് ചെയ്യാം, കുഴപ്പമില്ല. കാരണം നമ്മുടെ കയ്യിലുള്ളത് വെച്ച് നമുക്ക് ചെയ്തെങ്കിലല്ലേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് വേണം സവാളയുള്ളി. അത് 2 രീതിയിൽ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ചതുരത്തിൽ അരിഞ്ഞത് നമുക്ക് റൈസിനകത്ത് ഇടാനും, ഇങ്ങനെ ഈ കട്ടി കുറച്ച് ഇങ്ങനെ ചീകി അരിഞ്ഞത് നമുക്ക് ഫ്രൈ ചെയ്തിടാനും. അപ്പോൾ 1 സവാളയുള്ളി ഞാൻ ഫ്രൈ ചെയ്തിടാനും 1 റൈസിനകത്തും വേണ്ടി എടുത്തിട്ടുണ്ട്. കട്ടി കുറഞ്ഞുള്ള ഉള്ളി അരിഞ്ഞിട്ട് അത് ഇങ്ങനെ ഒന്നാക്കിയാൽ മതി. ഒന്ന് ഞെരടിയാ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയാൽ മതി. അത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വീണോളും. പിന്നെ നമുക്ക് വേണം പട്ട. ഞാൻ ഇത്രയും പട്ട എടുത്തിട്ടുണ്ട്. അധികം കട്ടിയില്ല, അങ്ങനെയുള്ള എടുത്തേക്കുന്ന. ഒത്തിരി കട്ടിയുള്ളതാണെങ്കിൽ വലിയ 1 പീസ് പട്ട മതിയാകും. പിന്നെ 3 ഏലക്ക. ഇതൊന്ന് ചതയ്ക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ചതച്ച് അതിനകത്തെ അരി എടുത്താലും മതി. ഒരു കുഞ്ഞു കഷ്ണം, ഒരു 1/4 ടീസ്പൂൺ പോലും ഇല്ല, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം. പിന്നെ എടുത്തിരിക്കുന്നത് 4 ഗ്രാമ്പു. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം. ചെറിയ ജീരകമല്ല, പെരുംജീരകം. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതത് സമയത്ത് ഞാൻ പറയാം. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാനിപ്പോ കുക്കറിലല്ല, വേറെ പാത്രത്തിലാണ് ചെയ്യുന്നേ. നിങ്ങൾക്ക് കുക്കറിൽ ചെയ്യേണ്ടവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമേ. ആദ്യം നമുക്ക് ഈ ഉള്ളിയും നട്ട്സും ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനാവശ്യമായ നെയ്യിടാം. ഗീ റൈസ് എന്ന് പറയുമ്പോൾ നെയ്യാണല്ലോ. പൊതുവെ റെസ്റ്റോറൻറ്റിലൊക്കെ അവർ ഡാൽഡ യൂസ് ചെയ്യാറുണ്ട്. കുറച്ച് ഡാൽഡയും ബാക്കി നെയ്യും. നമുക്ക് ഡാൽഡ ശരീരത്തിന് നല്ലതല്ല, അതുകൊണ്ട് ഗീ മാത്രം ഒഴിച്ചാൽ മതി. ഇനി ഗീ ഒത്തിരി ഇഷ്ടമല്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വേറെ എണ്ണയും കുറച്ച് നെയ്യുമായിട്ടും യൂസ് ചെയ്യാം. അപ്പൊ ആദ്യം നമുക്ക് ഈ ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്യണം. സവാളയുള്ളി നന്നായിട്ട് ഫ്രൈ ആയി. ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് തന്നെ നല്ല ക്രിസ്പി പോലെ സൗണ്ട് കേൾക്കില്ല. ഇത് നമ്മൾ വാങ്ങി വെച്ച് തണുക്കുമ്പോ അത് നന്നായിട്ട് ക്രിസ്പി ആയിക്കോളും. ഇനി ഇതിട്ടാല് കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇടാം. അപ്പൊ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഏകദേശം ഒരു പരുവായി. ഇനി നമുക്ക് കുറച്ച് മുന്തിരി കൂടി അതിനകത്തോട്ടിട്ട് അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ മുന്തിരി ഇതേ കണ്ടോ, ബലൂൺ പോലെ വീർത്ത് വന്നു. അത് മതി, നമുക്കതും കോരിയെടുക്കാം. ഇനി ഇതിൽ തന്നെ ബാക്കി പ്രോസസ്സിങ്ങും. നെയ്യ് ഇല്ലെന്നുണ്ടെങ്കിൽ ലേശം കൂടി ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഇപ്പോ ഞാൻ ആദ്യം നമ്മൾ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്യാൻ നേരം ഒരു 3-3.5 ടേബിൾ സ്പൂൺ ഇട്ടായിരുന്നു. ഇപ്പോ 1 ടേബിൾ സ്പൂൺ കൂടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പട്ട, ഗ്രാമ്പു, ചതച്ച് വെച്ച ഏലക്ക. നിങ്ങൾക്ക് വയണയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1 ചേർക്കാം. ഇതൊന്ന് ഫ്രൈ ആയ ശേഷം മാത്രമേ ജീരകം ഇടാവൂ, അതായത് പെരുംജീരകം. അല്ലെന്നുണ്ടെങ്കിൽ ജീരകം അങ്ങ് മൂത്തു പോകും. അപ്പൊ ഇതൊക്കെ നന്നായിട്ട് മൂത്തു. ഇനി നമുക്കിതിലേക്ക് സവാളയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഒരു സവാളയാണ്, വലുതാണെങ്കിൽ അരമുറി മതി. ഇത് ഒത്തിരി അങ്ങ് വയലണ്ട, അതായത് നമ്മൾ ചിക്കൻ കറിക്കും ഒക്കെ ചെയ്യുന്ന കണക്ക് ഒത്തിരി അങ്ങ് വയലണ്ട. ജസ്റ്റ് ഒന്ന് കളർ മാറി ഒന്ന് സോഫ്റ്റ് ആയി വന്നാൽ മതി. ഇനി നമുക്ക് ആ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോ ഉള്ളി റെഡിയായി, ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരി ഒന്നിട്ട് അതിനകത്തിട്ടൊന്ന് ഫ്രൈ ആവണം. അത് മാത്രമല്ല നമ്മുടെ അരി പൊടിഞ്ഞു പോകത്തുമില്ല. ഇനി തീ കൂട്ടിയിട്ട് തന്നെ
ഇതൊന്ന് ഫ്രൈ ആവട്ടെ. ഇതിപ്പോ അരിയിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 3-4 മിനിറ്റ് ഞാനൊന്ന് ഫ്രൈ ചെയ്ത അരി, അത് മതി. ഇനി നമുക്ക് ഞാൻ നല്ല വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ വെള്ളമാണ് ഒഴിക്കുന്നേ. 1.25 ഗ്ലാസ്, 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചത്. നിങ്ങൾ കുക്കറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സിങ് എല്ലാം കുക്കറിൽ ചെയ്തിട്ട് 1.5 ഗ്ലാസ് വെള്ളം, എന്നിട്ട് ഒറ്റ വിസിൽ വരുമ്പോഴേ ഓഫ് ചെയ്തിടുക. അതിനുശേഷം ആവി മൊത്തം പോയതിനു ശേഷം തുറക്കാവൂ. വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ കുക്കർ തുറക്കരുത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഉപ്പിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വെള്ളത്തിന്റെ ടേസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ആ വെള്ളത്തിന് സാധാരണ ഉപ്പിനേക്കാൾ ഒരു ഇച്ചിരി മുമ്പിട്ട് നിൽക്കണം, അത്രയും മതി. ഇനി ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് ഒരു ലേശം നാരങ്ങാനീര്, ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ, അത്രയും മതി. ഇത് അരി ഒട്ടി പിടിക്കാതിരിക്കാനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇനി തീ കൂട്ടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. നമ്മൾ അരിയിട്ട് ഇളക്കി ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ തീ മീഡിയത്തിലാക്കാൻ പോവാ. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്നും തുറക്കണ്ട. നമ്മൾ അരി ഇട്ടിട്ട് മീഡിയം തീയില ഇട്ടേക്കുന്ന 5 മിനിറ്റ് കഴിഞ്ഞു. കറക്റ്റ് 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കാം. നമ്മൾ അരിയിട്ട ശേഷം ആദ്യം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ടു. ഇപ്പോ കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി നല്ല പെർഫെക്റ്റ് പരുവായിട്ടുണ്ട്. നോക്കി, ഒട്ടും കുഴഞ്ഞിട്ടില്ല. ഇതേ കണ്ടോ. അപ്പൊ ഇനി ഈ വലിയ തവിയൊന്നും യൂസ് ചെയ്യണ്ട. നമുക്ക് ഇത് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ഇതൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വീണ്ടും അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്നുകൂടെ ഒന്ന് തുറന്ന് നോക്കണേ. കാരണം അരി മോശം അരിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനോ ഒക്കെ ചാൻസ് ഉണ്ടേ. ഇത് നല്ല അരിയായിരുന്നു എൻ്റെത്. ഇനി മുകളിൽ കുറച്ച് മല്ലിയില, അപ്പൊ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നെയ് റൈസ് അല്ലെങ്കിൽ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പൊ ഇത് സാലഡ്, അച്ചാർ കൂട്ടി, അല്ലെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിയോ ചിക്കൻ റോസ്റ്റോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെ കഴിക്കാം. എനിക്ക് പക്ഷേ ഇതിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. ഞാൻ ഇത് മാത്രമായിട്ട് കഴിക്കും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു ഡിഷുമായി വരാം. ടിൽ ദെൻ ബൈ. ഗോഡ് ബ്ലസ് യു.